ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വാ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാവ്, ചെറുതായിട്ട് മാവ് ഉരുട്ടി അതിനകത്ത് ഒത്തിരി സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വെച്ച് ആവി കയറ്റി എടുക്കുന്ന സംഭവമാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ശംഖുപുഷ്പമാണ്. ഈ ശംഖുപുഷ്പം കൊണ്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ആണ് ഞാനിതിലേക്ക് മാവിലേക്ക് ചേർക്കുന്നത്. ആ ശംഖുപുഷ്പം തിളപ്പിച്ചെടുത്ത വെള്ളമാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കളറില്ല? അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ചെറിയ ചെറിയ ബോൾ ഉണ്ടാക്കി ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായത് അരിമാവ്, ഉപ്പ്, തേങ്ങ ചിരണ്ടിയത്. അതിലേക്ക് ഞാൻ ശർക്കരയോ പഞ്ചസാരയോ അല്ല ഞാൻ ചേർക്കുന്നത്, കരിപ്പോട്ടിയാണ്. അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ തിളച്ച വെള്ളം വെച്ചാണ് ഞാൻ ഈ മാവ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോഴിത് കുഴച്ചതിന് ശേഷം ഞാൻ വീണ്ടും വരാം. ഹലോ കൂട്ടുകാരെ, ഞാൻ ഉണ്ടാക്കിയ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം നനച്ച് ഞാൻ കുഴച്ച് വെച്ച അരിമാവാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വെച്ച് നിങ്ങൾ ശംഖുപുഷ്പം വെച്ച് തിളപ്പിച്ചെടുക്കരുത്. അതായത് വെള്ളം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോ ഒരു 1/4 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ വെള്ളത്തിനകത്ത് കുറച്ച് പൂവ്, ഒരു 8-10 പൂവ് കിട്ടുന്നതിനെ ഇട്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അത് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം എടുത്ത് കുഴച്ചെടുക്കുക. വേറെ വെള്ളം, ചൂടുവെള്ളം വേണമെങ്കിൽ അത് വേറെ നല്ല പച്ചവെള്ളം തന്നെ തിളപ്പിച്ച് അതിനെ മാറ്റി വെക്കണം. ഇത് എപ്പോഴും കളർ കിട്ടാൻ വേണ്ടി പൂവ് കൂടുതലെടുത്ത് 8-10 പൂവ് എടുത്ത്, അതായത് 1 ഗ്ലാസ് വെള്ളത്തിലോ 1/2 ഗ്ലാസ് വെള്ളത്തിലോ നമ്മൾ വെള്ളം കുറച്ച് തന്നെ തിളപ്പിച്ചെടുക്കണം. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളടുത്ത് പറയാണ്. ഒടുവിൽ നിങ്ങൾ 5-6 പൂവ് ഇട്ട് തോനെ വെള്ളത്തിനകത്ത് വെച്ച് കളർ കിട്ടിയാൽ അത്രയും കളർ നമ്മൾ മാവ് നനയ്ക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല കളറുണ്ട്, എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി ഞാനിത് ഉരുട്ടാൻ പോവുകയാണ്. അതെല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ വരുന്നതാണ്. ഹലോ, ഞാൻ ഒരുണ്ട മാവ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചാണ്, തട്ടത്തിനകത്ത് വെച്ച് ഞാൻ ഇതുപോലെ നിരത്തി എടുത്തിട്ടുണ്ട്. ഇതാണ് ഏതെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ല നമ്മുടെ കയ്യിൽ വെച്ചാണ് നിരത്തുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കരിപ്പോട്ടിയും തേങ്ങയും കൂടെ ചേർത്ത് ഞവടി അതിന് സെറ്റാക്കി ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ഞാനിതിലേക്ക് മടക്കുകയാണ്. നമുക്ക് ഏതാണോ യഥം ആയിട്ട് തോന്നുന്നു അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലർക്ക് കയ്യിൽ വെച്ച് നിരത്തി റെഡിയാക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് പ്ലേറ്റിലോ ഇല്ലെങ്കിൽ ഇലയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് നന്നാക്കി നല്ല ഒരു ബോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനിവിടെ പ്ലേറ്റിലേക്ക് ഈ ബോൾ ഉരുട്ടി ഇവിടെ വയ്ക്കുന്നതാണ്. ഇത് ബാക്കിയും കൂടെ ഞാൻ ഉരുട്ടി വരട്ടെ. ഹലോ എല്ലാവരും വാ. ഞാൻ ഉണ്ടാക്കിയ ബോളാണ്. ചെറുതായിട്ടുണ്ടെങ്കിൽ വലുതും ചെറുതുമൊക്കെ ഉണ്ട്, ഒത്തിരി വലുതും ഒത്തിരി ചെറുതൊക്കെ ഉണ്ട്. ശംഖുപുഷ്പം കൊണ്ട് മാവ് നനച്ച് അതിനകത്ത് കരിപ്പൊട്ടി, തേങ്ങ വെച്ച് ബോളുണ്ടാക്കി എടുത്തതാണ്. ഇനി നമുക്കിത് ഇഡ്ഡലി കുട്ടകത്തിലേക്ക് നമുക്ക് വയ്ക്കാവുന്നതാണ്. എല്ലാവരും വാ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് എടുക്കാം. ഗ്യാസ് ഒന്ന് കുറച്ചു നമുക്കതിലേക്ക് തട്ട വെച്ച് കൊടുക്കാം. ഉരുട്ടി വെച്ച ബോള് ഇതിലേക്ക് വെക്കുകയാണ്. എല്ലാവരും കാണുക. ശംഖുപുഷ്പം കൊണ്ട്
വെള്ളം തിളപ്പിച്ച് മാവ് നനച്ച് ബോൾ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഇതിൽ തന്നെ നമുക്കങ്ങ് വയ്ക്കാം. ചിലത് വലുതായിപ്പോയി, ചിലത് ചെറുതായിപ്പോയി, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഹലോ കൂട്ടുകാരെ, നമുക്കിത് തുറന്നൊന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഓ ഓ എന്താ അടിപൊളി നിറം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വരുന്നതാണ്. ഹലോ, ഞാനുണ്ടാക്കിയ അരിമാവും പിന്നെ ശർക്കരയിലെ കരിപ്പോട്ടി, തേങ്ങ, ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ശംഖുപുഷ്പം ഇട്ട് അതിനെ ആ വെള്ളത്തിൽ നിന്ന് ആ നിറം മാറി വെള്ള നിറമായതിനു ശേഷം ശംഖുപുഷ്പം എടുത്ത് മാറ്റി ആ വെള്ളം കൊണ്ട് മാവ് നനച്ച് ബോളുണ്ടാക്കി ആ ബോളിനകത്ത് ഈ കരിപ്പൊട്ടിയും തേങ്ങയും വെച്ച് ഞാൻ ബോളുണ്ടാക്കി ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് ആവി കയറ്റി എടുത്തതാണിത്. നല്ല നിറമുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കണം. നമുക്കിത് കഴിച്ചു നോക്കണ്ടേ ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. 4 മണി പലഹാരമാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണിത്. സൂപ്പറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല ചൂടുമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോഴും എല്ലാം വീട്ടിൽ അവധി ദിവസങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാ അമ്മമാരും കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വാ, നമുക്കിത് കഴിക്കാം. നല്ല സെറ്റും വേണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്താ ടേസ്റ്റ്! നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷിക്കുകയില്ല, വെച്ച് ഉണ്ടാക്കി മക്കൾക്കും കൊടുത്ത് അമ്മമാരും വീട്ടിലുള്ളവരും എല്ലാവരും കഴിക്കുക. സൂപ്പർ സാധനം. അതുകൂടാതെ പിന്നെയൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം ഏറ്റവും വൈറ്റമിനാണ്. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക. ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ്. മുടിക്ക് നല്ലതാണ്. കണ്ണിന് കാഴ്ച പിന്നെ കൂടുതലായിട്ട് നമുക്ക് കാഴ്ച കിട്ടുന്നതാണ്. താരം മാറുന്നതാണ്. അമിത വണ്ണം കുറയുന്നതാണ്. അതുകൊണ്ട് എല്ലാ പേരും നല്ല രീതിയിൽ ശംഖുപുഷ്പം എങ്ങനെയല്ല നമുക്ക് ശരീരത്തിനകത്ത് നമുക്കിത് നമ്മളെ ശരീരത്തിൽ ഇത് ആക്കാൻ കഴിയും. അത്രയും നല്ലതാണ്, സെറ്റാണ്. ഇത് ഡോക്ടർ പറഞ്ഞതാണ്, ഞാനുണ്ടാക്കി പറഞ്ഞതല്ല. ഓക്കെ, ബൈ.